എല്ലാവർക്കും നമസ്കാരം. ജയ് ആർ.സി.എം, ഹമാര ചാറ്റ്, ന്യൂട്രിചാറ്റ്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് അമ്പിളി സുബിലാല്, കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ്. ആർ.സി.എം എന്ന പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ഏകദേശം 3 വർഷക്കാലം പിന്നിട്ടു. ഇന്ന് സ്റ്റാർ എന്ന ലെവലിൽ നിൽക്കുന്നു, വളരെ സന്തോഷത്തോടെ. അപ്പൊ മേഡം പറഞ്ഞതുപോലെ തന്നെ ഒരു രോഗിയായി വന്നിട്ട് ആർ.സി.എമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ന്യൂട്രീഷൻ കൗൺസിലർ എന്ന രീതിയിലേക്ക് മാറാൻ സാധിച്ച ഏറ്റവും ധൈര്യത്തോടെ, ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റിയ പ്രസ്ഥാനമാണ് നമ്മുടെ ആർ.സി.എം. അപ്പോ എന്നില് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നു. അതുപോലെ തന്നെ ജീവിതത്തിലും പ്രൊഫഷണലിലും എല്ലാ തലത്തിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നു. ഈ നിമിഷത്തിൽ എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന എന്റെ പ്രിയപ്പെട്ട ലീഡർ ഷൈനി മേഡത്തെയും അതുപോലെ തന്നെ എന്നെ മുന്നോട്ട് നയിച്ച് ഈ അവസരം വ്യക്തമാക്കി കാണിച്ചു തന്ന പ്രിയപ്പെട്ട എമറാൾഡ് സുഭാഷ് സാറിന്റെ ഫാമിലിയെയും, അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചുവട് വെക്കുമ്പോഴും കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി, കൃത്യമായ ട്രെയിനിങ്ങോട് കൂടി നമ്മളെ നയിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് പോകുന്ന പ്രിയപ്പെട്ട സ്റ്റാർ എമറാൾഡ് ബാബു സാറിനെയും ജെമ്മി മേഡത്തെയും, അതുപോലെ നമ്മളെ എല്ലാവരെയും കേരളത്തിലെ ഒന്നാകെ ലേഡീസിനെ ഉദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഫയർ അഖില മൂർത്തി മാമിനെയും പ്രിയപ്പെട്ട സഫയർ മൂർത്തി സാറിനെയും ഏറെ സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ ബിനു സാറിനെയും ഈ നിമിഷത്തിൽ വളരെ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പോ ഇന്നത്തെ മേഡം പറഞ്ഞതുപോലെ ഒരു വലിയൊരു മാറ്റമാണ് ഞാനിവിടെ എന്നിലെ ഉണ്ടാക്കിയത്. അപ്പോ ആ ഒരു മാറ്റം ഇന്നിവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോ സ്ത്രീകൾക്കും സാധിക്കും. ഇപ്പോ മേഡം പറയാറുണ്ട് എപ്പോഴും മധുസുതി എന്ന എമറാൾഡ് ലേഡി ലീഡറിനെ കുറിച്ച്. അപ്പോ എന്റെ ഈ മനസ്സിലുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മേഡം അത് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അവിടെ എത്താം എന്നുള്ളൊരു കുറച്ചൊരു വിഷനാണ് നമ്മുടെ മനസ്സിലേക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു വിഷ്വലൈസേഷൻ അവരെങ്ങനെ ആയിരിക്കും, ആ മേഡത്തിന്റെ രൂപവും ആ ഡ്രസ് കോഡും വരെ ഇപ്പൊ എന്റെ കണ്ണിൽ ഇങ്ങനെ തെളിഞ്ഞിരിക്കണം. ആ ഒരു പദവിയിലേക്ക് ഉയർന്നെത്തുക എന്നുള്ളത് അതിപ്പോ നമുക്ക് എങ്ങനെ എത്താൻ സാധിക്കും, അതിനുള്ള ഓരോ ചവിട്ടുപടികളും ശരിക്കും ഈ ആർ.സി.എം എന്ന പ്രസ്ഥാനം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് കയറി നിന്നാൽ മതി. അപ്പോ ആദ്യമേ നമ്മുടെ ലീഡേഴ്സിനെ എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. അപ്പോ ഇതിന്റെ പുറമെ എന്നെ ഈ പ്രസ്ഥാനത്തിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സുരേഷ് സാർ, എല്ലാ കാര്യങ്ങളും ന്യൂട്രിചാർജിന്റെ കാര്യങ്ങളിൽ നമ്മൾക്ക് എപ്പോഴും കൈപിടിച്ച് നമ്മളെ ഈ പ്ലാറ്റ്ഫോമിലും എല്ലാ പ്ലാറ്റ്ഫോമിലും ഉയർത്താൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സുരേഷ് സാറിനെയും, അതുപോലെ തന്നെ മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് നമ്മളെ ഓരോരുത്തരെയും കാണിച്ചുകൊണ്ട് നമ്മളെ ആരോഗ്യമുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ രാജൻ സാറിനെയും ഒക്കെ ഓർക്കുന്നു. പ്രിയപ്പെട്ട TCG, അദ്ദേഹത്തെ സ്മരിക്കാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം ഇത്രയും വലിയൊരു മഹത്തായ പ്രസ്ഥാനം നമ്മൾക്ക് തന്നിട്ട് നമ്മൾ മടിയോടുകൂടി ഇരിക്കുകയാണ്. ആ മടി കളഞ്ഞിട്ട് മനസ്സോടെ നല്ല ചമ്പറക്കോടെ നമ്മളെല്ലാവരും ഫീൽഡിൽ ഇറങ്ങണം. ഇപ്പൊ പ്രിയപ്പെട്ട ശോശാമ്മയുടെ ഇവിടെ പറഞ്ഞു, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രിയപ്പെട്ട ശോശാമ്മയുടെ വീട്ടിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടിയത്. മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ആക്സിഡന്റോട് കൂടി തന്നെ അദ്ദേഹത്തിന് ഒരു കുറച്ച് സമയം മാറി നിൽക്കേണ്ടി വന്നു. എങ്കിലും തളർന്നു പോകുന്നവരെ ചേർത്ത് പിടിക്കാനാണ് ശരിക്കും പറഞ്ഞ അഖിലാമ്മയുടെയും നമ്മുടെ ഓരോ ലീഡേഴ്സും നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്ക് വീണ്ടും ഒരു ഉത്തരം കിട്ടിയത്, ബാബു സാർ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, എ ലീഡർ ക്രിയേറ്റഡ് ഇൻ ദ ഫീൽഡ്. ഒരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഇറങ്ങണം, നമ്മളൊരു ഫീൽഡിൽ ഇറങ്ങിയേ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് ഒരു കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഡെപ്തിലേക്ക്, ഏറ്റവും ഫീൽഡിലേക്ക് ഇറങ്ങി ഓരോ വ്യക്തികളെയും കണ്ട് അവർക്ക് വേണ്ടുന്നതായ പ്രൊഡക്റ്റുകൾ കൊടുത്തും അവർക്ക് വേണ്ടുന്നതായ നിർദ്ദേശങ്ങൾ ആരോഗ്യത്തിൽ എങ്ങനെ കൊടുക്കാമെന്നുള്ള കൊടുത്തും അവരെ ആർക്കും എന്ന പ്രസ്ഥാനത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടും ഞങ്ങൾ മുന്നോട്ട് ഒരു കൈയായി ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ശോശാ മേഡം പോവുകയാണ് ഇന്നേ നിമിഷത്തിൽ. അതുകൊണ്ട് ശോശാ മേഡത്തിന് എനിക്ക് സ്വാഗതം ആശംസിച്ചതിന് ശോശാ മേഡത്തിന് ഏറെ നന്ദി പറയുകയാണ്. അപ്പൊ നമുക്ക് നേരിട്ട് എല്ലാവരും ബോംബെ ട്രിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിന് ഡൽഹിയിൽ നടന്ന വനിതാ ദിനത്തിൽ നമ്മുടെ റെപ്രസെന്റേറ്റ് ചെയ്തു പോയ നമ്മുടെ എല്ലാ ലീഡേഴ്സിനെ നമ്മൾ കണ്ടു. നമ്മുടെ ലേഡീസിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു ചെറിയൊരു സ്ലൈഡ് പ്രസന്റേഷൻ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണുന്ന ഫസ്റ്റ് സ്ലൈഡില് കാണുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ബോംബെയിലേക്ക് ന്യൂട്രിചാർജിന്റെ പ്രോഗ്രാമിലേക്ക് കിട്ടിയ ഇൻവിറ്റേഷൻ ാണ്. അപ്പൊ അതില് വളരെ അഭിമാനത്തോടെ പറയാം, 2021 സെപ്റ്റംബർ മാസത്തിലാണ് ന്യൂട്രിചാർജ് വീരാങ്കന ക്ലബിലേക്ക് എനിക്ക് എൻട്രി കിട്ടുന്നത്, സെപ്റ്റംബർ മാസത്തില്. അപ്പോൾ അവിടെ ചെന്ന് കേരളത്തെ പ്രതിനിധീകരിച്ചിട്ട് 4 പേരാണ് ഞങ്ങൾ അതിനുശേഷം ഒരു തുടർച്ചയായിട്ടൊരു 3 മാസത്തെ മീറ്റിങ്ങിന് ശേഷം കേരളത്തെ പ്രതിനിധീകരിച്ച് ഞാനും രമ്യാമ്മയുടെ വിജയമ്മയുടെ ഒക്കെ അടങ്ങുന്ന 4 പേരാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് ബോംബെയിലേക്ക് പോകാൻ സാധിച്ചത്. അവിടെ നിന്ന് ഒരു വർഷക്കാലത്തെ നമ്മുടെ പഠനത്തിന് ശേഷം വളരെ അധികം ന്യൂട്രിചാർജിൽ പഠനം കൊണ്ടും സെയിൽസ് കൊണ്ടും ഒക്കെ വളരെയധികം മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി. പക്ഷേങ്കിൽ വീണ്ടും നമുക്ക് തിരിച്ച് അടുത്ത ഒരു ഇൻവിറ്റേഷൻ വന്ന സമയത്ത് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, അന്ന് പോയതിൽ എനിക്കും കനകമ്മ മേഡത്തിനും ഒപ്പം ചേർന്ന് നിന്ന് പോകാനൊരു അവസരം കൂടി ഉണ്ടായി.
അപ്പോൾ അതില് എനിക്ക് സന്തോഷത്തോടെ ഓർക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് റെയിൽവേയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ടിക്കറ്റാണ്. ഇത് പറയാനും കൂടെ ഒരു കാരണമുണ്ട്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണ ഒരു വീട്ടമ്മയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും പുറത്തു പോയി ഒരു റെയിൽവേ ടിക്കറ്റ് എടുക്കാനോ അതിനുള്ളൊരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല. ആർക്കും നമ്മളെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ശരിക്കും ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാറ് പറഞ്ഞ സമയത്ത് എനിക്ക് ഓൺലൈനിൽ നോക്കിയിട്ട് അറിയില്ല. ബാബു സാറും സുഭാഷ് സാറും ഒക്കെ പറഞ്ഞു, നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പൊ നേരിട്ട് ബാബു സാർ പറഞ്ഞു നേരെ പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയി ബുക്ക് ചെയ്തോളൂ. അങ്ങനെ നേരിട്ട് പോയി അവിടെ ചെന്ന് ആദ്യമായിട്ട് ഞാൻ എടുത്ത ടിക്കറ്റാണിത്. ഇത് നിങ്ങൾ നമ്മുടെ മുന്നിൽ എല്ലാ ലേഡീസിനും ഒരു നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കും. ഇനി ഒരാളോട് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ടിക്കറ്റ് കളക്ട് ചെയ്തു. ഞങ്ങൾ എന്നോടൊപ്പം പോകാനുണ്ടായിരുന്ന പ്രിയപ്പെട്ട എറണാകുളത്തു നിന്നുള്ള രാജിത മാഡം, അതുപോലെ ഗിരിജ മാഡം വൈക്കത്ത് നിന്നും, പുഷ്പ മാഡം കോട്ടയത്ത് നിന്നും, അങ്ങനെ 4 പേരാണ്. അപ്പോ ഇവരൊക്കെയും വരുന്നെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഗ്രൂപ്പിൽ ഇങ്ങനെ അറിയിപ്പുണ്ട്, നിങ്ങൾ ആരെങ്കിലും പോകാനുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എന്റെ കൂട്ടത്തിൽ വരാൻ ശരിക്കും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ രാജി മാഡത്തോട് ചോദിച്ചപ്പോൾ രാജി മാഡം പറഞ്ഞു, അമ്പലി മാഡം ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഞാനൊപ്പം ഉണ്ടെന്ന്. ആ ഒരു ധൈര്യത്തോടെ ഗിരിജ മേഡവും പുഷ്പ മേഡവും ഒക്കെ ഒരു മടിയുണ്ടായിരുന്നു. അവർ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് പോകാനൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും പേടിക്കണ്ട, ഞങ്ങൾ ഒപ്പം ഉണ്ട്, എന്തായാലും നിങ്ങളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോയി വരാൻ ഞങ്ങൾക്ക് സാധിക്കും, ഒപ്പം കൂടിക്കോളൂ, ഒപ്പം ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ പോയി. അപ്പോ ശരിക്കും ട്രെയിനിൽ കയറിയപ്പോൾ അതും ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ടായി. അവിടെയും പഠനത്തിന്റെ തുടർച്ചയായിരുന്നു. കയറി ഉടനെ തന്നെ CTR വന്ന് കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് കയറിയത്? എറണാകുളത്തു നിന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്നാണ് ടിക്കറ്റ് കിട്ടിയത്. ആലപ്പുഴയിൽ നിന്ന് ടിക്കറ്റ് കിട്ടിയിട്ട് എറണാകുളം വരെയും ഇടയ്ക്കുള്ള സ്റ്റേഷനുകളിലൊക്കെയും ഇദ്ദേഹം ഞങ്ങൾ അങ്ങനെ ഈ സീറ്റിലെ ആൾക്കാരെ തിരയുമ്പോൾ കാണുന്നില്ല. അപ്പൊ ഇല്ല എന്നുള്ള റിപ്പോർട്ട് കൊടുത്തു. ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല. ട്രെയിന് കയറിയപ്പോഴേ ഏറെ സന്തോഷത്തോടെ ഏറെ നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോഴേ CTR വന്നിട്ട് പറഞ്ഞു, അത് പറ്റില്ലായിരുന്നു, നിങ്ങൾ എന്താണ് റിപ്പോർട്ട് തരാൻ? അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങളിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്നു ശരിക്കും ഉള്ളവര് പേടിച്ചു. അപ്പൊ ഞാൻ ധൈര്യം കാണിച്ചത് മറ്റൊന്നും കണ്ടതല്ല, നമ്മുടെ ഒരു കോളിന്റെ പുറത്ത് നമ്മുടെ കരുത്തരായ ലീഡേഴ്സ് ഉണ്ട്. നമ്മൾ 4 പെണ്ണുങ്ങൾ പോകുന്നു. ഒരു കാരണവശാലും നമുക്കൊന്നും പേടിക്കേണ്ട കാര്യം. അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എങ്കിൽ പോലും നമുക്കൊരു കുഴപ്പവും വരില്ല എന്നുള്ള ആത്മവിശ്വാസം ശരിക്കും RCM തന്ന ഒരു ബഹുമതി തന്നെയാണ്. അപ്പോ പുറമെ നമ്മുടെ ലീഡേഴ്സ് ഉണ്ടെന്നുള്ള ധൈര്യത്തോടു കൂടിയാണ് ഞങ്ങൾ അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കുഴപ്പവും ഇല്ല എന്ന് ഞങ്ങൾക്ക് യാത്ര തുടങ്ങാനായിട്ട് സാധിച്ചു. ഈ നിമിഷത്തിൽ ശരിക്കും ഞങ്ങൾക്ക് പോകുമ്പോൾ ടിക്കറ്റ് ഓക്കെ ആയി. എങ്കിലും ഞങ്ങൾക്ക് അവിടെയുള്ള താമസ സൗകര്യം ഒരുക്കി തരാനായിട്ട് എങ്ങനെയാണെന്നൊന്നും പ്രതീക്ഷയില്ല. പക്ഷെങ്കിൽ പലരോടും തിരക്കിയപ്പോഴും നമുക്ക് അവിടെ ഒരു ബന്ധങ്ങൾ ഉള്ളതായിട്ടൊന്നും അറിഞ്ഞില്ല. എങ്കിലും ഞാൻ അഖില മേഡത്തോട് പറയും, അഖില മേഡം പറഞ്ഞുകൊണ്ട് വിഷമിക്കണം, നമുക്ക് റെഡിയാക്കാം. അവർ ഒറ്റ വാക്കിന്റെ പുറത്താണ് ധൈര്യത്തോടെ ഇരുന്നത്. പല ജോലികളും, ഷോപ്പിലെ ജോലികളും വീട്ടിലെ ജോലികളും ഒക്കെ ചെയ്ത് ബിസിനസ് സെയിലും ഒക്കെ ആയി ടീമും ഒക്കെ ആയി പുറത്ത് നടക്കുമ്പോഴും എന്റെ മനസ്സിലുണ്ട് അഖില മേഡം ഒരു വാക്ക് തന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെ നമുക്ക് പോയ വഴിക്കും വേറൊരു മേഡത്തിന്റെ കെയർ ഓഫിൽ വീട് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് കുറച്ച് ആദ്യം ഒന്ന് ക്യാൻസൽ ചെയ്തു. അപ്പൊ അതിനുശേഷം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞപ്പോൾ അവിടെ ഒരുപാട് യാത്രകൾ ചെയ്യണം, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല, തിരക്കാണ്, നമുക്ക് ബോംബെ നഗരമല്ലേ, അപ്പൊ അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും നോക്കിയപ്പം ബിനിസാറുമായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബിനിസാറിന്റെ സിസിലി മേഡത്തിന്റെ, നമ്മുടെ പ്രിയപ്പെട്ട റൂബി ബിനിസാറിന്റെ സിസിലി മേഡത്തിന്റെ അനുജത്തിയുടെ വീടിനടുത്ത് തന്നെയാണ് കുട്ടിയുടെ മോനുമായിട്ട് കണക്ട് ചെയ്ത് ആ മോൻ ബന്ധപ്പെട്ട് അവിടെ ഒരു കൊല്ലത്തുള്ള കോമളം എന്ന് പറയുന്ന മേഡത്തിന്റെ ഒരു വീട് തന്നെ ഞങ്ങൾക്കായിട്ട് അവസരം ഒരുക്കി. നമ്മൾ എന്ത് തീവ്രമായിട്ട് ആഗ്രഹിച്ചാലും പ്രകൃതി നമുക്ക് അത് അനുയോജ്യമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിക്കും എന്നുള്ളതിന്റെ കറക്റ്റ് ഒരു തെളിവായിരുന്നു നമുക്ക് അങ്ങനെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന സ്ക്രീനില് ന്യൂട്രിചാർജിന്റെ വെൽക്കമിന്റെ ഒരു സ്ലൈഡാണ് കാണുന്നത്. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ പോയ ചെറിയ ദൃശ്യമാണ് കാണുന്നത്. എത്ര സന്തോഷത്തോടെയാണ് അല്ലെ? ആദ്യം എന്നാൽ നമ്മളെ ഫാമിലി വിട്ട് പുറത്തു പോയി നമ്മൾ കൂടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഫാമിലിയിൽ എവിടെ നിന്നും ഒക്കെ വന്ന നമ്മുടെ കുടുംബക്കാരെ ഒന്നിച്ച് കാണുന്ന പ്രതീതിയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങി. പ്രിയപ്പെട്ട രാജി മേഡവും ഗിരിജ മേഡവും പുഷ്പ മേഡവും ആണ് എന്നോടൊപ്പം ഉള്ളത്. ഇനി അടുത്തതായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഈ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു ഫോൺ കോളിനപ്പുറത്ത് നമ്മുടെ ബിനിസാറിന്റെ സിൻസ മേഡത്തിന്റെ മോനുണ്ടായിരുന്നു, അച്ചുമോന്. ശരിക്കും ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ ആ മോന്റെയൊക്കെ സ്നേഹവും അവരുടെ കരുതലും ഇതൊക്കെ തന്നത് ഈ ബിനുസാറിന്റെ ഒറ്റ വാക്കിലാണ്. ശരിക്കും സാറിന് പേടിയുണ്ടായിരുന്നു, അവിടെ റൂം കിട്ടുമോ, ആൾക്ക് വന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമോ, പിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ട്. സാറെങ്കിലും ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ഇസ്രാദിനത്തെ ഒരു കുഴപ്പമില്ലാതെ മോൻ തന്നെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. ഈ സമയത്ത് അദ്ദേഹത്തെയും നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ ഞങ്ങൾ സുരക്ഷിതരായിട്ട് റൂമിലെത്തി. ഇത്രയും മനോഹരമായ ഒരു വീട് തന്നെ, 2 മുറിയും ബാത്റൂമും ഒക്കെയുള്ള
മനോഹരായൊരു ഈ ഒരു വീട്ടിലാണ് ഞങ്ങള് താമസിച്ചത്. വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ. അതിനുശേഷം വൈകുന്നേരം സിൻസ മേഡത്തെയും ഫാമിലിയെയും കാണാനായിട്ട് അവര് അവിടെ ഒരുക്കിയ വിരുന്നിൽ ഞങ്ങളെ ക്ഷണിച്ചു. അച്ചുമോൻ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയി സിൻസ മേഡത്തിന്റെ വീട്ടിലേക്ക്. ആ ഒരു ദൃശ്യമാണ്, എത്ര സ്നേഹമാണെന്നറിയും. അപ്പൊ നമ്മള് നമ്മുടെ ലീഡേഴ്സിന്റെ കരം ചേർന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായ ഇടങ്ങൾ അവർ തന്നെ കണ്ടെത്തും. നമ്മളൊന്ന് ചേർന്ന് നിന്നാൽ മതി. ധൈര്യത്തോടെ സ്ത്രീകൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഒരിക്കൽ കൂടി ഈ ഒരു അവസരത്തിൽ തെളിയുകയുണ്ടായി. പിന്നെ ഞങ്ങൾ അവിടുന്ന് ശേഷം രാവിലെ എല്ലാവരും കുളിച്ച് ഫ്രഷായി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സ് എല്ലാം അണിഞ്ഞ്, ശരിക്കും എന്നെ സംബന്ധിച്ച് ഒരു ബ്യൂട്ടീഷ്യൻ ആയിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരെയും അണിയിച്ചെടുക്കുക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്റെ പാഷനാണ്. ശരിക്കും എല്ലാവരെയും ഞാൻ തന്നെ സാരിയൊക്കെ ചുറ്റിച്ച് എനിക്കതൊരു ഹരമാണ്. അപ്പൊ ഞാൻ കൂടെ ഉള്ളവരെ അങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ അങ്ങനെ അവരെയൊക്കെ ഒരുക്കി ഇറക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് രാവിലെ ബോംബെയിലെ ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരിക്കും നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടറാണ്, രജിസ്ട്രേഷൻ ചെയ്യുന്ന ഭാഗമാണ് നിങ്ങളിപ്പോ ഇവിടെ കാണുന്നത്. അതുപോലെ നമ്മളെ ആരതി ഉഴിഞ്ഞാണ് അവിടെ സ്വീകരിക്കുക. പ്രിയപ്പെട്ട ഷോളി മേഡമാണ് ഈ ഇതിന് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കുക, നമ്മളെ ഈ ആർസിഎം എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന നമ്മളൊരു വിശിഷ്ട വ്യക്തിയായിട്ട് കേരളത്തിൽ നിന്നുള്ള 51 പേരിൽ ഒരാളായി ഓൾ ഇന്ത്യ പ്രോഗ്രാം ആയിരുന്നു നടന്നത്. ആ ഓൾ ഇന്ത്യയിലെ പ്രോഗ്രാമിൽ കേരളത്തിൽ നിന്ന് 51 പേരാണ് പങ്കെടുക്കാൻ സാധിച്ചത്. ആ 51 പേരിൽ ചെന്നപ്പോൾ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ്. ഇത് എവിടെ കിട്ടും? നമ്മൾക്ക് ഈ ഒരു നമ്മുടെ വീട്ടിലിരുന്നാൽ സാമ്പാറും ഉണ്ടാക്കി നമ്മുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരു വനിതയ്ക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ? ആർസിഎം സ്ഥാനം ഓരോ സ്ത്രീയെയും കരുത്തുറ്റ ലീഡറാക്കി മാറ്റുന്ന ഒരു വലിയൊരു തെളിവാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഞങ്ങളെ രാജകീയമായ രീതിയിൽ തന്നെ നമ്മളെ എന്ത് പറയാനാ ദീപത്താൽ നമ്മളെ ഒഴിഞ്ഞ് സ്വീകരിക്കുക എന്ന ഒരു ചടങ്ങാണ്. അതിനുശേഷം നോക്കൂ, ഇവിടെ കാണുന്നത് മാലയിട്ട് കുറിയണിയിച്ച് ജാതിമത വർഗഭേദം എന്നുമില്ലാതെ നമ്മളെ ഓരോരുത്തരെയും കുറിയണിയിച്ച് മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു രംഗം. ഇതൊക്കെയും തന്നത് ന്യൂട്രിചാർജ്. ഒന്ന് ഓർത്തു നോക്കുക ഈ ഒരു പ്രസ്ഥാനം എത്രമാത്രം നമ്മളെ ചേർത്ത് പിടിക്കുന്നു. പിന്നെ നോക്കൂ, നമ്മുടെ പുഷ്പ മേഡത്തെ വീരാങ്കന എന്ന ബാഡ്ജ് കൊടുത്താണ് അവിടെ അടുത്തതായിട്ടുള്ള സ്വീകരണം. അപ്പം ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കാൻ പ്രിയപ്പെട്ട മൂർത്തി സാറും പ്രിയപ്പെട്ട നമ്മുടെ അഖിലാമാമും അതുപോലെ സുജിത് സാറും മേഡവും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതെല്ലാം കണ്ടുകൊണ്ട് തന്നെ അപ്പോ നമ്മുടെ ഒരു പ്രത്യേക രീതിയാണ് മറ്റുള്ള നമ്മുടെ നോർത്ത് ഇന്ത്യയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് അവരുടെ ഹഗ്ഗിങ്. നമുക്ക് എത്ര എന്ത് പറയാ സ്വദേശിയെന്നോ വിദേശിയെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്ഥാനക്കാരി ഒന്നും അല്ല, അവരൊക്കെ നമ്മൾ ഒറ്റ കുടുംബമാണ്. കൂടപ്പിറപ്പുകളെ കണ്ട ഒരു പ്രതീതി. പ്രിയപ്പെട്ട കാജൽ മേഡവും കനകമ്മ മേഡവുമാണ് നമ്മൾ ഈ ഹഗ്ഗിങ്ങിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്വീകരണം കൂടി നമുക്കുണ്ടായി. പിന്നെ നമുക്ക് തുടർച്ചയായി കാണുന്ന സ്ലൈഡിൽ നോക്കൂ, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സുരേഷ് സാർ ഓരോ വഴികളും കാണിച്ചു തരാൻ നമ്മൾ എങ്ങോട്ട് യാത്ര തിരിക്കണം, എങ്ങോട്ട് നമ്മൾ തിരിയണം എന്നുള്ളത് വഴി നിർദ്ദേശം പറഞ്ഞു തരുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ക്ലാസുകൾ തുടങ്ങി. അപ്പോൾ ട്രാൻസ്ലേഷനായിട്ട് സുരേഷ് സാർ വേദിയിൽ തന്നെ നിൽക്കുന്നു. ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപജലനമാണ്. നമ്മുടെ എല്ലാ ലീഡേഴ്സും നമ്മുടെ പ്രിയപ്പെട്ട സഫീർ മുഖി സാറും അഖില മാമും അതുപോലെ സുജിത് സാറും മേഡവും ഒക്കെ സ്റ്റേജിൽ അണിനിരന്നുകൊണ്ട് തന്നെ നമ്മുടെ ദീപോജ്വലനമാണ് ഇവിടെ നടന്നത്. അതിന്റെ ഒരു ചെറിയൊരു വിവരണമാണ് ഇപ്പൊ ഈ സ്ലൈഡിലൂടെ കാണുന്നത്. പിന്നെ നോക്കൂ, നമുക്കറിയാം ന്യൂട്രിചാർജ് തരുന്ന പവർ. കൈകൾ അടിച്ച് നമ്മൾ ആ താളത്തിനൊത്ത് ഡാൻസ് ചെയ്ത് ന്യൂട്രിചാർജിന്റെ ആന്തം ചെല്ലുന്ന ചെറിയൊരു സ്ലൈഡാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ പോയത് ശരിക്കും ഒരു വലിയൊരു ഫോട്ടോഷൂട്ടിലേക്കാണ്. ഈ ഫോട്ടോഷൂട്ട് നോക്കൂ, കേരളത്തിലും ഇന്ത്യയിൽ നിന്നുള്ള പല വ്യക്തികളുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ അവിടെ പ്രത്യേകം മനീഷ മാഡം പറയുകയുണ്ടായി. മനീഷ മാഡം പറഞ്ഞു, നമ്മൾ കേരളത്തിലുള്ളവരാണ്, ആന്ധ്രയിലുള്ളവരാണ്, അങ്ങനെ നിങ്ങൾ തിരിഞ്ഞ് ഒരിക്കലും നിൽക്കാൻ പാടില്ല, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഫോട്ടോ സെഷനിലേക്ക് വിട്ടത്. ഇവിടെ പലരും നമ്മളോടൊപ്പം നിൽക്കുന്നത് കേരളത്തിലുള്ളവരല്ല, പക്ഷെങ്കിൽ നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞ ആ ഒരൊറ്റ ഒരു രീതിയിലാണ് ഈ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് പിന്നെ ടീം ബേസ് ആയിട്ട് പിന്നെ ഫോട്ടോ എടുക്കാനുള്ളൊരു സെഷൻ കൂട്ടി കിട്ടി. ഇത് നമ്മൾ കേരള ടീമാണ്. കേരളത്തിലെ വീരാംഗനമാരും ഒപ്പം നമ്മുടെ കോർ ലീഡേഴ്സും ന്യൂട്രിചാർജിന്റെ വൈസ് പ്രസിഡന്റ് സിഇഒയും ഡയറക്ടറും ഒക്കെ അണിനിരുന്ന വേദിയിൽ കേരളത്തിലെ 51 പേരടങ്ങുന്ന കരുത്തരായ ന്യൂട്രീഷൻ ട്രെയിനേഴ്സ് ആണ്, ന്യൂട്രീഷൻ കൗൺസിലേഴ്സിന്റെ ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊക്കെയും ഈ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ രാവിലെ തന്നെ ചെയ്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതെന്താണ് ഇങ്ങനെയെന്ന്. പക്ഷേങ്കിൽ വൈകുന്നേരം നമ്മൾ പോരുമ്പോൾ ഗിഫ്റ്റിനോടൊപ്പം ഈ ഓരോ ഫോട്ടോകളും നമുക്ക് തന്നാണ് ഇട്ടിരുന്നത്.
അതുപോലെ ഇങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. ശരിക്കും ഇതൊക്കെ യാദൃശ്ചികമായി കിട്ടിയതാണ്. ശരിക്കും നോക്കൂ, അവിടെ കാണുന്നത് നമ്മുടെ ഓരോ കോർ ലീഡേഴ്സും കമ്പനിയുടെ സിഇഒയും പ്രസിഡന്റും ഡയറക്ടറും ഒക്കെ ഇരിക്കുന്ന വേദിയിൽ എനിക്ക് ആ ഒരിക്കലും കസേര പോലെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി. ഒരൊറ്റ ഒരാളും ഒഴിഞ്ഞൊരു കസേര. ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെന്ന് ശ്യാംസാറിനോട് ചോദിച്ചു. ശരി, എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് ഞാൻ നന്ദിയോടെ ഈ നിമിഷം ഞാൻ ഓർക്കുന്നു. പിന്നെ നോക്കൂ, നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ട കനകമ്മ മാഡത്തോടൊപ്പം ഞങ്ങൾ എല്ലാവരും അണിചേർന്ന് നിന്നെടുത്ത ഒരു ഫോട്ടോ സെഷനാണിത്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിന് ഇടയ്ക്ക് നടന്നിരുന്നു. അപ്പൊ അതിന്റെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയാണ് സ്ലൈഡ് ചെയ്തത്. അപ്പൊ നോക്കൂ, ബ്രേക്ക്ഫാസ്റ്റ് ഓരോരുത്തരും ചിട്ടയായിട്ട് അവിടെ അന്നേരം അറിയിച്ചു, അന്നം ബ്രഹ്മമാണ്. ഒരിക്കലും നമ്മൾ അന്നത്തെ നമ്മൾ നിഷേധിക്കാനോ തൂവിക്കളയാനോ പാടില്ല. അപ്പൊ ആ അന്നത്തെ നമ്മൾ മിതമായ രീതിയിൽ എടുത്ത് അവനവന്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക എന്ന് പലവട്ടം അരവിന്ദ് സാക്കി സാർ അവിടെ പറയുണ്ടായി. എല്ലാവരും കൃത്യനിഷ്ഠയോടുകൂടി തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആ നമ്മളെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷത്തോടുകൂടി ക്ലാസ്സിലേക്ക് വീണ്ടും കയറുകയാണ് ഉണ്ടായത്. നോക്കൂ, അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ക്ലാസ്സിൽ തിരിച്ചു കയറിയപ്പോൾ കാണുന്ന രംഗമാണിത്. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ ജീവിതത്തിലും RCM-ലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ അസോസിയേറ്റ്സും നമ്മുടെ ലീഡേഴ്സിനെയും നമ്മൾ എപ്പോഴും നന്ദിയോടെ ഓർക്കണം. ഈ ഒരു പാഠത്തിലൂടെ ഞാൻ ശരിക്കും അതാണ് എന്റെ ഹൃദയത്തിൽ തങ്ങിയത്. മറ്റൊന്നുമല്ല, മനീഷ മാഡം സ്റ്റേജിൽ നിന്നിട്ട് അവിടെ ന്യൂട്രിചാർജ് എന്ന കമ്പനിയുടെ പിന്നെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും അവിടെ ചായ കൊടുക്കാൻ വരുന്ന ആളെ പോലും സ്റ്റേജിൽ വിളിച്ചു നിർത്തി അദ്ദേഹം തരുന്ന സേവനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും കാണിച്ചു തരികയാണ്. അപ്പോൾ എത്രമാത്രം കമ്മിറ്റ്മെന്റ് ആണ് നമ്മുടെ ആ കൂട്ടത്തിലുള്ളവരോട് മാഡം കാണിച്ചു തരുന്നത്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മളെ കൈപിടിച്ചു കൊണ്ടുവന്ന് നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിലേക്കൊക്കെ കൊണ്ടുവന്ന് തന്ന വ്യക്തി നമ്മളെക്കാൾ അറിവുള്ളവനോ അറിവില്ലാത്തവനോ വലിയവനോ ചെറിയവനോ ഒന്നും നോക്കണ്ട. നമ്മൾ എപ്പോഴും അവരോടൊക്കെയും നന്ദിയുള്ളവരായിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും നമ്മൾ അവരോട് ഉണ്ടായിരിക്കണം. ആ മേഡത്തിന്റെ ഈ ഒരു രംഗം ശരിക്കും ഹൃദയസ്പർശിയായിരുന്നു. അങ്ങനെ ഓരോരുത്തരെയും മേഡം അവിടെ പരിചയപ്പെടുത്തി. നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് സാറും അതോടൊപ്പം ഉണ്ടായിരുന്നു. നോക്കൂ, ഇനി അടുത്തതായിട്ട് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മളെപ്പോഴും നമ്മളോട് പറയാറുണ്ട്, ഏത് മീറ്റിംഗിൽ പോയാലും ഏത് ക്ലാസ്സുകളിൽ പങ്കെടുത്താലും നമ്മൾ എല്ലാവരും പഠിക്കാൻ തയ്യാറാവണം, ഒരു പേനയും ബുക്കും ഉണ്ടാവണം. ഇത് യാദൃശ്യമായി കിട്ടിയൊരു ഫോട്ടോയാണ്. നമ്മുടെ ലീഡേഴ്സ് പഠിക്കുന്നവൻ പണം നേടും. അപ്പോൾ നമ്മുടെ ലീഡേഴ്സ് നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്. അദ്ദേഹം രണ്ടാളും ഇരുന്ന് നോട്ട് കുറിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ നോക്കൂ, അടുത്തതായിട്ട് നമുക്കിവിടെ കാണുന്നത് ന്യൂട്രിചാർജിന്റെ സക്സസ് പെഹലെ സ്റ്റെപ്പ്. ആദ്യം എന്താണ് നമ്മൾക്ക് വേണ്ടത്? ആദ്യം സ്വന്തം ആരോഗ്യം, അല്ലെ? അതുപോലാണ് നമുക്ക് ആ സ്വന്തം ആരോഗ്യം നന്നാക്കിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവനവൻ തന്നെ സ്വയം ടൂളായി RCM നമുക്ക് വിഭാവനം ചെയ്തു തരുന്നത് ആരോഗ്യമാണ് ആദ്യം, അല്ലെ? അപ്പോ ഈ ആരോഗ്യമാണ് ന്യൂട്രിചാർജിന്റെ ആദ്യമേ നമ്മൾ കാണുന്ന സിമ്പൽ. അതുപോലെ തന്നെ നോക്കൂ, നമുക്ക് ന്യൂട്രിചാർജ് നമുക്ക് തരുന്ന 23 പ്രൊഡക്റ്റുകൾ നമുക്ക് ജനിച്ചൊരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞു മുതൽ അന്ത്യശ്വാസം വലിക്കുന്ന ഒരു വ്യക്തി വരെ നമുക്ക് ആവശ്യമാണ്. പോഷണങ്ങൾ, ആ പോഷണമാണ് ശരിക്കും നമ്മുടെ ഓരോ മനുഷ്യന്റെയും ജീവൻ നിലനിർത്തുന്നത്. ശരിക്കും മാലിന്യ നിർമ്മാർജ്ജനവും പോഷണവും സന്തുലനവും ചേർന്നുള്ളതാണ് നമ്മുടെ ഒരു ശരിയായ ജീവിതം. അപ്പൊ ആ ശരിയായ ജീവിതത്തെ കാണിച്ചു തരുവാൻ ന്യൂട്രിചാർജ് നമുക്ക് ഈ 23 ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് ഏറെ സഹായകമായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് ന്യൂട്രിചാർജിന്റെ എന്താണ് ലക്ഷ്യം, എന്താണ് വിഭാവനം ചെയ്യുന്നത് നമുക്ക് നോക്കൂ. ന്യൂട്രിചാർജ് തരുന്ന ഓരോ ഉൽപ്പന്നങ്ങളും വാല്യൂ ഫോർ മണിയാണ്, വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ്, 100% വെജിറ്റേറിയൻ ആണ്, സേഫ് കൺസംപ്ഷൻ ആണ്, എഫക്റ്റീവ് ആണ്, ഗുഡ് ടേസ്റ്റ് ആണ്, എനർജി ഏത് ഗ്രൂപ്പ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയതാണ്, അതുപോലെ ഓണസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ആണ്. നോക്കൂ, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളെയാണ് നമുക്ക് ന്യൂട്രിചാർജ് പരിചയപ്പെടുത്തുന്നത്. ഇനി അടുത്തതിൽ നമുക്ക് നോക്കാം, ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിന് വേണ്ടുന്നതാണ് 7 ഘടകങ്ങൾ, അല്ലെ? 7 ഘടകങ്ങളെ കുറിച്ചാണ് എപ്പോഴും നമ്മുടെ ഡോക്ടർ രാജൻ സാറും സുരേഷ് സാറും ഒക്കെ നമ്മളെ പഠിക്കുന്നത്. അതില് പ്രധാനമായിട്ടുള്ളതാണ് വാട്ടർ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്. ഓരോ വാട്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ 20 കിലോ ശരീരഭാരത്തിനും ഓരോ ലിറ്റർ വെള്ളം നമുക്ക് അനിവാര്യമാണ്. നമ്മൾക്ക് മാലിന്യം നിർമ്മാർജ്ജനം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ അതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് വെള്ളമാണ്. ശരീരം മാലിന്യം മുക്തമാകണമെന്നുണ്ടെങ്കിൽ 4 തരത്തിലുള്ള മാലിന്യങ്ങളാണ് നമ്മൾ പുറന്തള്ളുന്നത്. 4 തരത്തിലാണ് മാലിന്യങ്ങൾ പുറന്തള്ളുന്നത്. എങ്ങനെയൊക്കെ ആവാം? മലത്തിലൂടെയും മൂത്രത്തിലൂടെയും ശ്വാസത്തിലൂടെയും വിയർപ്പിലൂടെയും നമുക്ക്
മാലിന്യം പുറന്തള്ളണം. ഈ മാലിന്യ നിർമ്മാർജ്ജനം നടക്കണമെങ്കിൽ അടിസ്ഥാനമായിട്ട് നമുക്ക് വേണ്ടതാണ് വെള്ളം. അപ്പോ നമ്മളെല്ലാവരും വെള്ളം കുടിക്കാൻ മടിയുള്ളവരാണ് എങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ പഠിപ്പിക്കുന്നത് RCMയിൽ വന്നതിന് ശേഷമാണ്. ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ തരുന്ന ഒരു പ്രസ്ഥാനം. നോക്കൂ, 20 കിലോ ശരീരഭാരത്തിന് നമ്മൾ ഓരോരുത്തരും 1 ലിറ്റർ വെള്ളം എന്ന കണക്കിന് വെള്ളം കുടിക്കണം. പിന്നെ നോക്കൂ, കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും കാർബോഹൈഡ്രേറ്റ് അധികം പാടില്ല, എങ്കിലും മിതമായ രീതിയിൽ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഫാറ്റ്, നല്ല ഫാറ്റും വേണം, ആവശ്യത്തിന് എല്ലാം നമ്മൾക്ക് ഫാറ്റ് വേണം. നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ നമ്മൾക്കറിയാം, പുറത്ത് നമ്മൾ കമ്പനികൾ ഒരുപാട് നമ്മുടെ മുന്നിലുണ്ട്. മരുന്ന് കമ്പനികൾ, നമ്മുടെ ഡോക്ടേഴ്സും ഒക്കെ അവരെ കുറ്റം പറയുകയല്ല, എങ്കിലും നമ്മൾ തിരിച്ചറിയണം. നമ്മൾ കഴിക്കുന്ന കൊളസ്ട്രോളിന് കഴിക്കുന്ന ഷുഗറും ഓരോ മെഡിസിനുകൾ എടുക്കുമ്പോൾ ശരിക്കും കൊളസ്ട്രോൾ കഴിക്കുന്ന മരുന്ന് നല്ല കൊളസ്ട്രോളിനെയും ചീത്ത കൊളസ്ട്രോളിനെയും ഒരുപോലെ താക്കും. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അത്ഭുതകരമായ പ്രൊഡക്റ്റുകൾ അവയെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തി നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു അവസരത്തിൽ എൻ്റെ ഒരു ആരോഗ്യാവസ്ഥയെ കൂടി ഞാൻ പറയുകയാണ്. 12 വർഷക്കാലമായിട്ട് മൈഗ്രെയിനും 12 വർഷക്കാലം സന്ധിവാതവും അതുപോലെ തന്നെ കൊളസ്ട്രോളും ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ തുടക്കകാലത്ത് എന്നിലുണ്ടായിരുന്ന HDLന്റെ അളവ് വെറും 33 ആയിരുന്നു. ഇപ്പോൾ സന്ധിവാതം മാറാനായിട്ടും നമ്മുടെ സുരേഷ് സാറ് പറയുന്നതിനനുസരിച്ച് 6 ന്യൂട്രിചാർജ് വെജൊമേഗയാണ് ഞാൻ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ കഴിഞ്ഞ ഇടയിൽ നോക്കുമ്പോൾ എൻ്റെ HDL 52 ഉയർന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പേർക്ക് എന്നെ പരിചയമുണ്ട്. അപ്പോൾ എൻ്റെ ബിഫോർ ആയിട്ടുള്ള ഫോട്ടോയും ഇപ്പോഴുള്ള ഫോട്ടോയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം എൻ്റെ സ്കിന്നിലുണ്ടായ ചേഞ്ച്. ഇത് എനിക്ക് തന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ന്യൂട്രിചാർജ് വെജൊമേഗയാണ്. അപ്പോൾ ഗുഡ് ഫാറ്റ് ശരീരത്തിന് നിറവും കളറും ആകാരവടിവും സൗന്ദര്യവും ഒക്കെ തരുമെന്നുള്ളതിന്റെ തെളിവാണ്. അപ്പോൾ നല്ല ഫാറ്റ് പ്രദാനം ചെയ്യാൻ നമ്മുടെ ന്യൂട്രിചാർജ് വെജൊമേഗ സഹായിക്കും. അതുപോലെ തന്നെ പ്രോട്ടീൻ, എല്ലാവർക്കും അറിയാം ഓരോ കിലോ ശരീരഭാരത്തിനും ഓരോ ഗ്രാം പ്രോട്ടീൻ വേണം. അപ്പോൾ മിനിമം 60 ഗ്രാം പ്രോട്ടീൻ എങ്കിലും 60 kg തൂക്കമുള്ള ഒരാള് നമ്മൾ ഉപയോഗിച്ചിരിക്കണം. അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഫൈബറും നമ്മളടങ്ങിയ നമ്മുടെ ഫുഡിനകത്ത് ശരിക്കും ഫൈബറിന്റെ കണ്ടന്റുകൾ കുറഞ്ഞു പോയാൽ നമുക്ക് ദഹനം നടക്കില്ല. അപ്പോൾ ഇതൊക്കെ കാണിച്ചു തന്ന ഈ 7 പോഷക തത്വങ്ങൾക്കും ഒപ്പം ന്യൂട്രിചാർജ് വെജൊമേഗ അല്ലെങ്കിൽ omega-3 കൂടി ആഡ് ചെയ്തുകൊണ്ട് 8 പോഷകഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്നത്. അപ്പം അത് ചൂണ്ടിക്കാണിച്ചു തന്നുകൊണ്ടാണ് നമുക്ക് ന്യൂട്രിചാർജ് പിന്നെയും നമ്മളെ ബോധവൽക്കരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണുന്നത് ഇങ്ങനെ ഒരു ഫാമിലിയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലെ? എല്ലാവരും സന്തോഷത്തോടെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിരിക്കുന്ന ഒരു ചിത്രം. ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, നമ്മളൊക്കെയും സന്തോഷത്തിന് വേണ്ടി ആണ് ജോലികൾ ചെയ്യുന്നത്. ഈ ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നമ്മൾ പോഷണങ്ങൾ കഴിക്കുകയും അതുപോലെ തന്നെ നമുക്ക് മാനസികമായ സന്തോഷങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയും സാമൂഹ്യമായ സന്തോഷങ്ങൾ കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷത്തോടെ ഒരു ഫാമിലിയായി ജീവിക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന 2 ന്യൂട്രിചാർജ് പ്രോഡക്റ്റുകളാണ്. ന്യൂട്രിചാർജ് കോഫി ഹെസൽനട്ടും ന്യൂട്രിചാർജ് ബനാന ക്യാരമലും. ഈ 2 പ്രൊഡക്റ്റുകളാണ് ശരിക്കും ഞങ്ങൾക്ക് അവിടെ ഗിഫ്റ്റ് ആയിട്ട്. അതോടൊപ്പം തന്നെ 1 കിലോയുടെ ന്യൂട്രിചാർജ് കേസർ പിസ്തയുടെ പായ്ക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് അവിടെ ഗിഫ്റ്റ് ആയിട്ട് തന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, 500 ഗ്രാം പായ്ക്കില് ശരിക്കും നമുക്ക് 1900 രൂപയാണ് നമുക്ക് MRPയിലാകുന്നു. നമ്മളെല്ലാവരും പ്രോട്ടീനുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സൗന്ദര്യം ആഗ്രഹിക്കുന്നവരാണ്, അല്ലെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് പ്രകൃതിയിലേക്ക് നോക്കുക. പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പൂക്കളെയും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ആ പ്രകൃതിയിലെ പൂക്കളെ കാണുമ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പൂക്കൾക്ക് സൗന്ദര്യം തരണമെങ്കിൽ അതെന്തായിരിക്കും പൂക്കളുടെ സൗന്ദര്യം എന്ന് പറയും? പൂക്കളുടെ സൗന്ദര്യം ഇപ്പം സ്ലൈഡിലായതുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും ഞാൻ തന്നെ പറയാണ്, പൂക്കളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാല് അതിന്റെ ഇതളുകളുടെ ചേർച്ചയാണ്, അല്ലെ? അപ്പൊ ഇതളുകൾ എത്രമാത്രം ചേർച്ചയായിട്ട് ഭംഗിയായിട്ടിരിക്കുന്നു അത്രമാത്രം ഭംഗിയായിരിക്കും ആ പൂവിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതി അതിന്റെ ഇതളുകളെ ചേർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അതിമനോഹരമായിട്ട്. അപ്പോൾ അതിനകത്ത് ആ ചേർത്ത് വെച്ചിരിക്കുന്ന സൗന്ദര്യം മാത്രമല്ല, സുഗന്ധവും നിറങ്ങളും ഒക്കെ കൂടി പ്രകൃതി അതിനെ കൊടുത്തിട്ടുണ്ട്. മനുഷ്യനും ഇതുപോലെ തന്നെയാണ്. പൂക്കളെക്കാളും എത്രയോ സൗന്ദര്യമുള്ളവരാണ് നമ്മളൊക്കെ, ഉണ്ടാവേണ്ടവരാണ്. സുഗന്ധവും ഒക്കെ നമുക്കുണ്ടാവേണ്ടവരാണ്. പക്ഷെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ശരീരത്തിന്റെ ചേർച്ച എന്ന് പറയുന്നത് എന്തായിരിക്കും? ശരീരത്തിന്റെ ചേർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കാം? അവയവങ്ങളുടെ, ശരീരത്തിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവയവങ്ങളുടെ ചേർച്ചയാണ്, ശരിയല്ലേ? അങ്ങനെ ശരിയായ ആ അവയവങ്ങളുടെ ചേർച്ചയാണെങ്കിൽ കണ്ണും മൂക്കും കാലും കൈകളും
ഒക്കെ ചേരുന്ന നമ്മുടെ വ്യൂഹമാണ് ശരിയായ ഒരു ആരോഗ്യം, ശരീരം നമുക്ക് സൗന്ദര്യത്തോടു കൂടി തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നമുക്ക് നോക്കാം, ശരീരത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവയവങ്ങളുടെ ചേർച്ചയാണെങ്കിൽ അവയവങ്ങളുടെ സൗന്ദര്യം എന്തായിരിക്കും? അവയവങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന കോശങ്ങളുടെ ചേർച്ചയാണല്ലേ. അപ്പൊ കോശങ്ങളുടെ സൗന്ദര്യമോ അന്നങ്ങളുടെ ചേർച്ചയാണ്. അപ്പോ അന്നങ്ങൾ എന്തായിരിക്കണം? നമ്മൾ കഴിക്കുന്ന അന്നങ്ങള് പവിത്രമായിരിക്കണം. അപ്പോ അന്നം കറക്റ്റ് ആയാൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും. ആ അന്നം കറക്റ്റ് ആക്കാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമാണ് നമുക്ക് ആർസിഎം. ആർസിഎം വിഭാവനം ചെയ്യുന്നത് നല്ല ഭക്ഷണത്തിലൂടെ നല്ല ആരോഗ്യമാണ് നമുക്ക് വിഭാവനം ചെയ്യുന്നത്. നമ്മളെ പഠിപ്പിക്കുന്നത് ശരിയായ മാലിന്യ നിർമ്മാർജ്ജനവും ഒപ്പം ശരിയായ അന്നങ്ങളുടെ ഉപയോഗവുമാണ്. അങ്ങനെ നമുക്ക് സൗന്ദര്യം കൂട്ടാൻ നമ്മൾ കടന്നു വന്ന ആദ്യമുള്ള ഓരോ വ്യക്തികളുമല്ല പിന്നീട് ഒരു 3-4 വർഷങ്ങൾ കഴിയുമ്പോൾ കാണുന്നത് സംസ്കാരത്തിലും സൗന്ദര്യത്തിലും ഒക്കെ മാറ്റം വന്ന് അങ്ങനെ നമുക്ക് സൗന്ദര്യം കൂട്ടാനും ഒക്കെ ഈ പഞ്ചഭൂതങ്ങളെ ഒന്ന് വിധിച്ചതാക്കിയാൽ നമുക്ക് നമ്മുടെ സൗന്ദര്യം കൂട്ടാൻ സാധിക്കും. അങ്ങനെ അതിന് ഏറ്റവും സഹായകമായതാണ് നമ്മുടെ പ്രോട്ടീൻ. നമ്മുടെ ശരീരത്തിന്റെ മസിലിന്റെ കോശങ്ങളുടെ നമ്മുടെ അവയവങ്ങളുടെ ഒക്കെ പ്രവർത്തനത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് പ്രോട്ടീൻ. അപ്പം ഇതിനെക്കുറിച്ച് അധികം ഞാൻ പറയുന്നില്ലെങ്കിലും നമ്മൾ ഒന്ന് ചിന്തിക്കുക. പൂക്കളുടെ സൗന്ദര്യം അതിന്റെ ഇതളുകളാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ അവയവങ്ങളുടെ ചേർച്ചയാണ്. ഈ ഒരു അറിവ് തന്ന പ്രിയപ്പെട്ട ഗുരുനാഥൻ ദയാൽ ഇന്ന നിമിഷത്തില് നന്ദിയോടെ ഓർക്കുന്നു. അങ്ങനെ നമ്മളെ കൂടെ നടത്താൻ, അങ്ങനെ ആ അവയവങ്ങളെ ഭംഗിയാക്കാൻ, ആരോഗ്യമുള്ളതാക്കാൻ നമുക്ക് കേൾപ്പ് തരുന്ന പ്രസ്ഥാനത്തെയും നമ്മുടെ TCGയെയും നമ്മുടെ ഓരോ ലീഡേഴ്സിനെയും ഞാൻ ഈ നിമിഷത്തില് നന്ദിയോടെ ഓർക്കുകയാണ്. ഇനി നമുക്ക് കാണാം, ഞങ്ങൾക്ക് ഈ ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. തുടർച്ചയായിട്ട് നമുക്ക് വീട്ടിലെ കോഫി ഹെസൽനട്ട്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ കണ്ടിരിക്കുന്ന ഒരു പ്രോട്ടീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെളിയിലുള്ള കമ്പനിയുടെ USA നിർമ്മിതമായ ഒരു വേ പ്രോട്ടീനാണ്. ഇത് ഇവിടെ കാണിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, എന്റെ കൺസൾട്ടിങ്ങിൽ വന്ന ഒരു കുട്ടി ശരിക്കും ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ്. അദ്ദേഹം ശരിക്കും വയറ് കുറയണം, മാഡം എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ കൗൺസിൽ ചെയ്തപ്പോൾ മാഡം ഇവിടെ പറഞ്ഞു ഷോർട്ടായിട്ട് നമ്മൾ കൗൺസിൽ ചെയ്യാൻ പഠിക്കണം. അദ്ദേഹത്തിന്റെ ഡയറ്റും അദ്ദേഹത്തിന്റെ ഫുഡിന്റെ ഹാബിറ്റും ഒക്കെ ഞാൻ ചോദിച്ചപ്പോൾ ജിമ്മിൽ പോകുന്ന വ്യക്തിയാണ്, അദ്ദേഹം കഴിക്കുന്ന പ്രോട്ടീനാണ്. അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അയച്ചു തന്നു, ഈ പ്രോട്ടീനാണ് മാഡം ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിന്റെ വില നമ്മൾ കേട്ടാൽ ഞെട്ടും. നമ്മുടെ പ്രോട്ടീനിന്റെ നമ്മുടെ പ്രൊഡക്റ്റുകളുടെയും വിലയും മഹനീയതയും നമുക്കപ്പോ മനസ്സിലാക്കാൻ പറ്റും. 8,000 രൂപയുടെ പ്രോട്ടീനാണ് അവർ ഉപയോഗിക്കുന്നത്. അത് നമ്മൾക്കൊന്ന് ഈ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കൂ, ഇത് പ്രോട്ടീന്റെ കണ്ടന്റ് ഓരോ 100 ഗ്രാമിലും കാണിച്ചിരിക്കുന്നത് 24 ഗ്രാം പ്രോട്ടീൻ. നമുക്ക് എല്ലാവരുടെയും നമ്മുടെ മുന്നില് നമുക്ക് ന്യൂട്രിചാർജ് കോഫി ഹെസൽനട്ടും അതുപോലെ തന്നെ ന്യൂട്രിചാർജ് കേസർ പിസ്സയും ഒക്കെയുണ്ട്. അവ എടുത്തൊന്ന് ചെക്ക് ചെയ്യുക, അവയുടെ ഇൻഗ്രീഡിയന്റ് ഒന്ന് നോക്കുക. മനുഷ്യ മേഡം എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവയുടെ ഇൻഗ്രീഡിയന്റ് വ്യക്തമായിട്ട് സൂക്ഷ്മമായിട്ടും വായിച്ചു നോക്കണം. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ന്യൂട്രിചാർജ് കോഫി ഹെസൽനട്ടിലും അതുപോലെ ന്യൂട്രിചാർജ് ബനാന ക്യാരമലിലും 40 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഓരോ 100 ഗ്രാമിലും. അതുപോലെ തന്നെ നമ്മുടെ ന്യൂട്രിചാർജ് കേസർ പിസ്സയിലോ 64 ഗ്രാം പ്രോട്ടീനാണുള്ളത്. അതുപോലെ നമുക്കുണ്ട് ഓൾപ്രോ, ന്യൂട്രിചാർജ് ഓൾപ്രോയിലോ 84 ഗ്രാം പ്രോട്ടീൻ. ഇത്രയും നല്ല പ്രോട്ടീനുകൾ അടങ്ങിയ ഫുഡുകൾ മുന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ആൾക്കാർ വേ പ്രോട്ടീന്റെ പിന്നാലെ പോയി ഈ ചെറിയ പ്രോട്ടീൻ അടങ്ങിയ പ്രൊഡക്റ്റിന് 8,000, 10,000 ഒക്കെ രൂപ കൊടുത്ത് ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ അവസരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ ഇത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു സ്ലൈഡ് ഞങ്ങൾ അവിടെ നമ്മൾ എഴുതി കൊടുത്തിട്ട് വന്നതാണ്. അപ്പം അതിന്റെ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ എല്ലാവരും സെയിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ടീമിനെ ഒന്നിച്ചു കൊണ്ടുപോകാനും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ടീമിനെ കൊണ്ടും സെയിൽ ചെയ്യാൻ പഠിപ്പിക്കണം, ടീമിനെ ഒന്നിച്ച് ചെയ്യാനും കൂടെ സാധിക്കണം. അപ്പോൾ ചെറുതായിട്ട് ഒരു സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. നമുക്കൊക്കെയും PV ഇന്നിപ്പോൾ മാർച്ച് മാസമായി നമ്മൾ പുതിയ ടാർഗറ്റുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് കൺസിസ്റ്റൻസി ഓഫറുകളൊക്കെ അവസാനിക്കുന്ന ഒരു സമയം ന്യൂട്രിചാർജിന്റെ കൺസിസ്റ്റൻസി തുടങ്ങാനായിട്ട് ഈ 31-ാം തീയതി വരെ അവസരമുള്ളൂ. ഒക്കെ വിശദമായിട്ട് നമ്മുടെ ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു തീരുമാനം എടുക്കുക. മിനിമം എനിക്ക് 5,000 പർച്ചേസ് വോളിയുമെങ്കിലും ചെയ്യാൻ സാധിക്കണം. അതിനുള്ള സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ന്യൂട്രിചാർജ് മാൻ ശരിക്കും 2 എണ്ണം ഉപയോഗിച്ചാൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ 540 പർച്ചേസ് വോളിയം ഉണ്ടാവും. അതുപോലെ ന്യൂട്രിചാർജ് വുമൻ ശരിക്കും 2 എണ്ണം ഉപയോഗിച്ചാൽ നമുക്ക് 660 PV ഉണ്ടാവും. ന്യൂട്രിചാർജ് വെജോമയുടെ 4 എണ്ണം ഉപയോഗിക്കുകയോ സെയിൽ ചെയ്യുകയോ ചെയ്താൽ 960 PV ഉണ്ടാകാം. അതുപോലെ ന്യൂട്രിചാർജ് കിഡ്സ് 2 960, ന്യൂട്രിചാർജ് ഗെയിനർ 900 PV. ഇതിൽ ടോട്ടൽ നോക്കൂ, 5,020 PV ഉണ്ടാക്കാൻ നിഷ്പ്രയാസം നമ്മളെ കൊണ്ട് സാധിക്കും ഇല്ലേ?
അപ്പോ ഇങ്ങനെ നോക്കിയാൽ 10 കസ്റ്റമറിനെ നമ്മൾ കണ്ടെത്തിയാൽ, നമ്മൾ സ്വയം ഉപയോഗിക്കുന്ന ബാക്കി 9 കസ്റ്റമറെ കൂടി നമ്മൾ കണ്ടെത്തിയാൽ ഇതിനെ മാറ്റിമറിച്ചാൽ ഓരോ പ്രോട്ടീനെയും പ്രോഡക്റ്റുകളെയും നമുക്ക് ആഡ് ചെയ്തതിനെ ചേഞ്ച് ചെയ്താലോ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. എല്ലാവരും അടിച്ചു നിൽക്കുകയാണ് ന്യൂട്രിചാർജ് ചെയ്യുന്ന. എനിക്ക് ഈ ഒരു നിമിഷത്തിൽ ശരിക്കും സങ്കടം തന്നെ പലപ്പോഴും തോന്നാണ്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ തുടക്കകാലത്തൊക്കെ ചെയ്ത ബിസിനസ് മൂല്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷത്തിന് മേളിലൊക്കെ ചെയ്തപ്പോൾ എത്രമാത്രം ക്യാഷ് ബെനിഫിറ്റ് നമുക്ക് അന്ന് നഷ്ടായി. ഇപ്പൊ എന്തൊരു അവസരങ്ങളാണ് കിട്ടുന്നത്. ഞാൻ തീരുമാനം എടുത്തു അന്ന്. ശരിക്കും ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോൾ 10,000ന്റെ കാറ്റഗറിയിലാണ്, പിരിയുടെ കാറ്റഗറിയിലാണെങ്കിലും ശരിക്കും 25,000 പിരി 6 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് അത് ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അവിടെ വെച്ച് ഇങ്ങനെ ഒരു അവസരം കൂടി കിട്ടി. മനീഷ മാഡത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പ്രോട്ടീനെ ചൂണ്ടി കാണിച്ചിട്ടാണ് മാഡം പറഞ്ഞത്. അത് വെച്ച് നമുക്ക് എങ്ങനെ PV ഉണ്ടാക്കാം എന്ന് കാണിച്ചെങ്കിലും ഞാനത് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഞാൻ അവിടെ എഴുതി കൊടുത്ത് പ്രിയപ്പെട്ട ബാബു സാറിനും മൂർത്തി സാറിനും ഒക്കെ അതിന്റെ ഒരു പ്രൂഫ് കൂടി ഞാൻ അയച്ചു കൊടുത്തത് മറ്റൊന്നല്ല, 50,000 PV ഞാൻ ഈ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവർക്ക് പറയാൻ സാധിക്കില്ലേ, ചെയ്യാൻ സാധിക്കില്ലേ? എത്രയൊക്കെ നമ്മൾ ഓടിയാലും നമ്മളുടെ PV കൂടി നമ്മുടെ ടീമിന്റെയും നമ്മുടെ സ്വന്തമായിട്ടും PV കൂടിയാലേ നമുക്ക് ഇൻകം കൂടുകയുള്ളൂ. നമ്മുടെ TCG നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ശരിക്കും 80% സെയിലും 20% ടീം വർക്കും. തുടക്കക്കാരായ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റുകൾ എല്ലാവരും മനസ്സിലാക്കിയാൽ 50,000 PV ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്റെ കൂടെയുള്ള പ്രിയപ്പെട്ട രാജി മേഡവും ഗിരിജ മേഡവും പുഷ്പ മേഡവും ഒക്കെ ഉറച്ചു തീരുമാനമെടുത്ത് ഞങ്ങൾ രാത്രിയിൽ വളരെയധികം നേരം സംസാരിച്ച് എങ്ങനെ PV നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അടുത്ത പടിയിലേക്ക് നമുക്ക് എങ്ങനെ കടക്കാം, എങ്ങനെ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ കൂടിയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെ ചർച്ച ചെയ്ത് കുറച്ചൊരു തീരുമാനം എടുത്താണ് പോകുന്നത്. ഓരോരുത്തരും അങ്ങനെ എഴുതി വ്യക്തമായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ലീഡേഴ്സിന് കൊടുക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഇത്ര ഞാൻ ചെയ്യും. പരസ്യമായി പറയുന്ന ഒരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കില്ല, ഉറപ്പായിട്ട് നമ്മൾ ചെയ്തിരിക്കും. നമ്മുടെ ബ്രെയിനിലേക്ക്, നമ്മൾ ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ശരിക്കും നമ്മൾ ആ ഒരു കാര്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് ആയിട്ട് നമ്മളത് എത്തിയിരിക്കും. നമ്മൾ തീവ്രമായിട്ടും ആഗ്രഹിക്കുന്ന കാര്യത്തെ പ്രകൃതി നമ്മൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് തരും എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്കത് സാധിക്കാൻ ഈസി ആയിട്ട് സാധിക്കും. നോക്കൂ, കൺസിസ്റ്റൻസി അവാർഡ് കിട്ടിയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അഖില മാഡത്തിനും മൊത്തസാറിൽ നിന്നും അത് ഏറ്റുവാങ്ങുന്ന ഒരു ചിത്രം എത്ര സന്തോഷത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും സാറിൽ നിന്നും മേഡത്തിൽ നിന്നും അത് ഏറ്റുവാങ്ങി. അപ്പൊ നമ്മളെ നയിച്ചുകൊണ്ട് അദ്ദേഹമൊക്കെ എടുത്ത സ്ട്രെയിനുകൾ, മേഡമൊക്കെ എടുത്ത സ്ട്രെയിനുകൾ ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ്. ഇപ്പൊ 23 ന്യൂട്രിചാർജ് പ്രൊഡക്റ്റുകൾ അതൊക്കെ സെയിൽ ചെയ്യാനായിട്ടും നമുക്കതിനെ ഉപയോഗിക്കാനല്ല പറഞ്ഞു കൊടുക്കാനും ഒരുപാട് അറിവുകൾ സ്വയം ടൂളായി മാറുക, സ്വന്തം ജീവിതത്തിൽ ഉപയോഗിച്ച് സ്വന്തമായിട്ട് മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ ശരിക്കും നമ്മളിൽ പ്രതിഫലിക്കുന്നത് ആ ഓരോ മാറ്റാണ്. അപ്പൊ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും, നമ്മുടെ കൂടെയുള്ളവരെയും നമുക്ക് അതുപോലെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞങ്ങളെല്ലാവരും ചാക്കുംപടി സാധനങ്ങൾ എന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെങ്കിൽ ബിഗ് ഷോപ്പറിൽ എടുത്തിട്ട് ഞങ്ങൾക്ക് പോരാൻ പറ്റാത്ത വിധത്തില് നിങ്ങൾ ആദ്യമേ സൈഡിൽ കണ്ടായിരിക്കും ഫോട്ടോഷൂട്ട്. ആ ഓരോ ഫോട്ടോസും നമ്മൾക്ക് തന്ന് ഞങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടെ ബിഗ് ഷോപ്പറിൽ നമുക്ക് വേണ്ടുന്ന പ്രോട്ടീനുകളും ഒക്കെ ആയിട്ടാണ് കമ്പനി പറയുന്നത്. ഏകദേശം 10,000-ൽ കൂടുതൽ വില മതിക്കുന്ന പ്രൊഡക്റ്റുകളും ഗിഫ്റ്റുകളും ഒക്കെ തന്നാണ് ഞങ്ങളെ യാത്ര തിരിച്ചയച്ചത്. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ള പ്രിയപ്പെട്ട രഘു സാറും സുരേഷ് സാറും ഒക്കെയാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നവരൊക്കെയും വളരെയധികം ഹെൽപ്പായത് ഞങ്ങളുടെ ഓരോ മുൻപോട്ടുള്ള ഞങ്ങളുടെ ആ ദിവസങ്ങളിലെ യാത്രയിൽ. പിന്നെ നോക്കൂ, എവിടെ പോയാലും ശരിക്കും പറഞ്ഞാൽ ഒരു സൗഹൃദം നമ്മളൊന്ന് തുടങ്ങി വെക്കാനും അതുപോലെ തന്നെ അതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് ഹൃദയത്തിൽ ഒരു ഓർമ്മയായിട്ട് തിരിച്ചു കൊണ്ടുവരാനും സാധിച്ച ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ഞങ്ങൾക്ക് ബോംബെയിൽ പോയപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൽ പോകാൻ ഒരു അവസരം കിട്ടി. അത് സിൻസ മാഡത്തിന്റെ ഒരു സന്തോഷത്തോടെ സഹായത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി രാത്രിയിൽ പോയി ബോംബെയിലെ ക്ഷേത്രത്തിൽ പോയി തൊഴാൻ കിട്ടിയ ഒരു അവസരമാണിത്. അതിനുശേഷം സിൻസ മാഡം ഞങ്ങളെ ബോംബെ നഗരത്തിലൂടെ ഒക്കെ ഒന്ന് ചുറ്റി കാണിച്ച് ശരിക്കും ആ ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ആ പാർക്കിൽ ഒരിടത്ത് ബോംബെയിൽ ഇരിക്കുന്ന രംഗം. നമ്മള് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലും ഒക്കെ സുരക്ഷിതമായിട്ട് നടക്കാൻ സാധിക്കും. എല്ലാവർക്കും പേടിയാണ് പുറത്തിറങ്ങാൻ, പക്ഷെങ്കിൽ ഒന്നുമില്ല, നമ്മളെ സംരക്ഷിക്കാന് യൂണിവേഴ്സ് തന്നെ ഉണ്ടാവും. നമ്മൾ സ്വയം ഒന്ന് രക്ഷയ്ക്കായിട്ട് മനസ്സുകൊണ്ട് പ്രിപ്പയർ ആയാൽ മാത്രം മതി. നോക്കൂ, തിരിച്ചുള്ള യാത്ര. അച്ചുമോൻ ഈ ഒരു നിമിഷത്തിൽ അച്ചുമോനെ ഏറ്റവും നന്ദിയോടെ ഓർക്കുകയാണ്. തിരിച്ചും ഞങ്ങളെ വളരെ സന്തോഷത്തോടെ വണ്ടിയിൽ ടാക്സിയിൽ കൊണ്ടുവന്ന് വിടാൻ വരുന്ന ഒരു രംഗമാണിത്. ആർക്കും യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ ഞങ്ങളെ സുരക്ഷിതമായിട്ട് തിരിച്ചു യാത്രയിലെത്തി. നമ്മളൊന്ന് തീരുമാനിക്കുക, നമ്മൾക്ക്
കഴിവുണ്ട്, നമ്മൾ മൂല്യമുള്ളവരാണ്, നമ്മൾ ശക്തരാണ്. അങ്ങനെ ഒരു ഉറച്ച തീരുമാനമാണ് നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോ ലേഡീസും അതുപോലെ തന്നെ ഓരോ ഓരോ വ്യക്തികളും എടുക്കണം. എന്നെ കൊണ്ട് പറ്റും. ആദ്യമായി നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാകുക, നമുക്ക് കഴിയുമെന്നുള്ളൊരു ഉറച്ച തീരുമാനം ഉണ്ടാകുക, നമ്മൾ മൂല്യമുള്ളവരാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ തിരിച്ചറിവ് നമ്മളെ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. ഐ ആം കേപ്പബിൾ, ഐ ആം വർത്തി, ഐ ആം സ്ട്രോങ്. ഈ ഒരു ഉറച്ച തീരുമാനം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. നമ്മൾ എന്നും ശരിക്കും നമ്മൾ എഴുന്നേറ്റ് എന്നിലുണ്ടായ മാറ്റങ്ങൾക്കൊക്കെയും കാരണം ശരിക്കും മൈൻഡ് പ്ലസ് എന്ന ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. അതില് കൂട്ടായ്മയിൽ എന്നോടൊപ്പം വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു നന്മ നിറഞ്ഞ പ്രസ്ഥാനത്തെ ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. മനസ്സിന്റെ ആരോഗ്യം ശരിയല്ലെങ്കിൽ നമുക്ക് അനാരോഗ്യത്തിലേക്ക് നമ്മൾ പോകും. അതിന് വേണ്ടതായ എല്ലാ ടിപ്പുകളും നമ്മുടെ ലീഡേഴ്സ് നമ്മളോട് എപ്പോഴും പറയാറുണ്ട്. മോട്ടിവേഷനുകൾ കേൾക്കണം, മെഡിറ്റേഷനുകൾ ചെയ്യണം. മനസ്സിന്റെ മാലിന്യമാണ് രോഗം. ആ രോഗത്തെ മാറ്റാൻ മനസ്സിനെ കെൽപ്പുള്ളവരാക്കി സ്ട്രോങ് ആയ ഡിസിഷൻ എടുക്കുക. വീണ്ടും പറയുക, ഐ ആം കേപ്പബിൾ, ഐ ആം വർത്തി, ഐ ആം സ്ട്രോങ് എന്ന്. നോക്കൂ, ഇത് മറ്റൊരു അനുഭവമാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇത് സുലഭ വണ്ടർവേൾഡ് എറണാകുളമാണ്. ഞങ്ങൾ എല്ലാവരുടെ കൂടി നമ്മുടെ ടീമിനോടൊപ്പം എറണാകുളത്തിൽ വണ്ടർവേൾഡ് വിസിറ്റ് ചെയ്യാനിടയായ ഒരു ഫോട്ടോയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ നിമിഷത്തിൽ പ്രിയപ്പെട്ട ബാബു സാറിനെ ഏറെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിനോട് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വേണ്ടി ഞാൻ എറണാകുളത്ത് ചെന്നാൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ വണ്ടർവേൾഡ് ചെന്നാൽ എങ്ങനെയാണോ അവസരം ഉണ്ടാവുക, സൗകര്യമുണ്ടാവുക, ആ വിധത്തിലാവണമെന്ന് അദ്ദേഹം പ്രിയപ്പെട്ട സജിത് ഭായ് സാറിനോട് വിളിച്ചു പറയുകയുണ്ടായി. അതിനനുസരിച്ച് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ക്ലാസ് തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. പ്രിയപ്പെട്ട സ്റ്റാർ ഗിരീഷ് സാറ് ലാസ്റ്റ് നിമിഷത്തിൽ ഞങ്ങൾക്ക് വേണ്ടുന്നതായ എല്ലാ മോട്ടിവേഷനുകളും ഡ്രീമുകളുമായിട്ട് എത്തി. പ്രിയപ്പെട്ട ഷൈനി അനിരുദ്ധ മാഡത്തിന്റെ വലിയൊരു ക്ലാസ് കിട്ടി. സജിത് ഭായ് സാറിന്റെ ഏറെ സ്നേഹ ബഹുമാനത്തോടെയുള്ള ക്ലാസ്സുകൾ കിട്ടി. എമറാൾഡ് സുരേന്ദ്രൻ സാർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു വലിയ ഒരു ലക്ഷ്യവും കരുതി വലിയൊരു പർച്ചേസ് വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ശരിക്കും ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചത്. അന്നത്തെ പോയ 21 പേരും ശരിക്കും മോട്ടിവേറ്റഡ് ആയി എല്ലാവരും ഫീൽഡിൽ ഇറങ്ങി, എല്ലാവരും സെയിൽ ചെയ്ത് നല്ല ഒരു ഉറച്ച തീരുമാനത്തിലാണ് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലാണെങ്കിലും വണ്ടർവേൾഡുകളിലാണെങ്കിലും നമ്മൾ ടീമായിട്ട് പോയി വിസിറ്റ് ചെയ്യുകയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മുതൽ ശരിക്കും മനസ്സിലാക്കി യൂസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ബെനിഫിറ്റും വലിയൊരു മാതൃകയും ആവുമെന്ന്. ഇതൊന്നും മാതൃകയാവാൻ ആഗ്രഹിച്ചല്ല ഞാൻ ഒരിക്കലും ചെയ്തത്. പക്ഷെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം പലരും ഈ ഒരു കാര്യം ഏറ്റെടുക്കുക. ഇന്നിപ്പം പ്രിയപ്പെട്ട ബാബു സാറും ജവനി മാഡം ഒക്കെ അടങ്ങുന്ന പ്രദീപ് സാറും ഒക്കെ അടങ്ങുന്ന ടീം ഈ സുലഭ വണ്ടർവേൾഡിലേക്ക് യാത്ര തിരിച്ച് അവിടെ നല്ലൊരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർ വരുന്ന യാത്ര കൂടിയായിരിക്കും. അപ്പോ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ബുദ്ധിപൂർവ്വം ചെയ്താൽ നമ്മുടെ ടീമിനെ സജ്ജരാക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ നോക്കൂ, ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ പരിണത ഫലമായിട്ട് ശരിക്കും ഒരു ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ഫീൽഡിൽ ഇറങ്ങിയേ പറ്റൂ എന്നുള്ള ശരിക്കുള്ള ഉറച്ചൊരു അറിവും കിട്ടിയതിന്റെ പുറത്ത് ശരിക്കും ഞാൻ ഏറ്റവും ഡെപ്തിൽ തന്നെ എല്ലാവരോടും പ്രിയപ്പെട്ട മാണി സാറും സതീഷ് സാറിനോടും ഒക്കെ ഒപ്പം ബാബു സാറും സുഭാഷ് സാറും ഒക്കെ ഹെൽപ്പ് ആയിക്കൊണ്ട് ഓരോ മീറ്റിങ്ങുകൾ നടത്തുകയും ഫീൽഡിൽ ഇറങ്ങുകയും ഗ്രൂപ്പിൽ ഇറങ്ങുകയും ഒക്കെ ചെയ്തതിന്റെ വെളിച്ചത്തിൽ എന്റെ ടീമിൽ ഉണ്ടായ ഒരു വലിയൊരു മാറ്റമാണ്. എനിക്ക് ശരിക്കും 25,000 പർച്ചേസുകൾ ഞാൻ കറക്റ്റ് ആയിട്ട് 6 മാസത്തെ കണ്ടിന്യൂസ് ചെയ്യുകയും ഒപ്പം എന്റെ ടീമിലുള്ള 18 പേരെ നോക്കൂ നിങ്ങൾ, 2,500, 5,000, 20,000, 15,000 ഒക്കെ ചെയ്യുന്ന 18 പേരെ നമ്മുടെ ടീമിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അവർക്ക് ഓരോരുത്തർക്കും ടാർഗറ്റുകൾ കൊടുത്തിട്ടൊന്നുമല്ല, പക്ഷെങ്കിൽ അവരോടൊക്കെയും വ്യക്തമായിട്ട് കാണിച്ചു പറയാൻ പറ്റി നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ മാത്രം പ്രമോട്ട് ചെയ്യുക. അങ്ങനെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇതുപോലെ ഒരു വലിയൊരു പർച്ചേസ് വോളിയം കൊണ്ടുവരാൻ സാധിക്കും. ഇതൊക്കെ സഹായിച്ച എന്റെ പ്രിയപ്പെട്ട എന്റെ എല്ലാ അസോസിയേറ്റ്സിനും ഞാൻ നന്ദി പറയുന്നു. ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമ്മൾ നന്മ ചെയ്യുകയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു അപ്രതീക്ഷിതമായിട്ട് നമ്മളിലേക്കും ഈ നന്മകൾ ഓരോന്നും തിരിച്ചു വരും. ബി ഗുഡ് ടു അതേഴ്സ്, ഇറ്റ് വിൽ കം ബാക്ക് ടു യു ഇൻ അൺഎക്സ്പെക്ടഡ് വേസ്. നമ്മുടെ അപ്രതീക്ഷിതമായ വഴികളിലൂടെ നമുക്ക് ആ നന്മകൾക്കുള്ള പ്രതിഫലം നമ്മളിലേക്ക് ഉറപ്പായിട്ടും തിരിച്ചു വരും. അങ്ങനെ നമുക്ക് നോക്കൂ, ഗ്രോത്ത് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് എ ലൈഫ് ലോങ് ജേർണി. ഇങ്ങനെ നമുക്ക് പോവുകയാണെങ്കിൽ വളർച്ചയ്ക്ക് ഒരിക്കലും ഒരു ഡെസ്റ്റിനേഷൻ കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ അവ എപ്പോഴും ഒരു ലൈഫ് ലോങ് ജേർണി ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇങ്ങനെ ഒരു അവസരം ഇത്രയാണ് ഞാനിവിടെ നമ്മൾക്കിന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മളെല്ലാവരും ഒരുമയോടെ നിന്നാൽ, ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാക്കാൻ സാധിക്കുമെന്ന്
എനിക്ക് ഒരു ചെറിയൊരു അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഉറച്ചൊരു തീരുമാനം എടുക്കുക, ഉറച്ചൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകുക. നമുക്ക് ഓരോരുത്തർക്കും ഒറ്റക്കെട്ടുന്നായിട്ട് നിന്നാൽ, നമ്മുടെ ടീമിനോടൊപ്പം ചേർന്ന് നിന്നാൽ, നമ്മുടെ ലീഡേഴ്സിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു നിന്നാൽ നമുക്ക് എത്താൻ സാധിക്കും. ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയാനെ പോലെ നിൽക്കണമെന്നാണ് നമ്മുടെ ഓരോ ലീഡേഴ്സ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ ഒറ്റപ്പെട്ടു പോകാതെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കണം. നമ്മൾ ശക്തിയോടെ നിൽക്കണം. അങ്ങനെ നമ്മൾക്ക് ഫീൽഡിലിറങ്ങി നല്ല ലീഡേഴ്സായി മാറാനും, അതുപോലെ തന്നെ നല്ല ഉറച്ച വ്യക്തിത്വങ്ങളായി മാറാനും, സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി മാറാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ ഒരു ചെറിയ പ്രസന്റേഷൻ ഞാൻ ഇവിടെ നിർത്തുകയാണ്. എന്നോടൊപ്പം സഹകരിച്ച എന്റെ പ്രിയപ്പെട്ട എല്ലാ അസോസിയേറ്റ്സിനും ലീഡേഴ്സിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ഒരു അവസരം മുംബൈയിൽ ഒരുക്കി തന്ന് വീരാങ്കന എന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറാനിടയായതാണ് എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു വലിയൊരു മാറ്റത്തിന്റെ തുടക്കം സാധിച്ചത്. ഇന്ന് പ്ലാറ്റ്ഫോമിൽ മടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് വീരാങ്കന ക്ലബ്ബ് ചെയ്യാനും, അതുപോലെ തന്നെ ന്യൂട്രീഷന്റെ രംഗത്തേക്ക് വരാനും ഒക്കെ മടിച്ചു നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ഓരോരുത്തരും എടുക്കണം. നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് അവിടെ ചിട്ടയായ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അവസരം നമുക്ക് ഒരുക്കി, രാത്രിയാണെങ്കിൽ നമുക്ക് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ പാകത്തിന് ആഴ്ചയിൽ 3 ദിവസം ഒക്കെയുള്ള ക്ലാസ് വളരെ നമുക്ക് സന്തോഷത്തോടുകൂടി ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇപ്പം ന്യൂട്രിചാർജ് വീരാങ്കന ക്ലബ് ഒക്കെ മാറിയിരിക്കുകയാണ്. അങ്ങനെ 12ഓളം സെഗ്മെന്റുകൾ നമുക്കുണ്ട്. ഏത് സെഗ്മെന്റുകൾ വേണമെങ്കിലും തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ഈ ഒരു പ്രസ്ഥാനം നമ്മളെയൊക്കെയും മാറ്റിമറിക്കും. എത്രയും വേഗം ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഓരോരുത്തരും മധു സുധിയെ പോലെയുള്ള വലിയ എമറാൾഡുമാരായി തീരാൻ അഖില മാമിന്റെ വാക്കുകൾ നമുക്ക് അനുഗ്രഹമായി മാറാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.